ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ത്യയുടെ സാമൂഹിക രൂപീകരണ പ്രക്രിയയിൽ മുസ്ലിങ്ങളുടെ ഇടപെടലിൻ്റെ 5 ഘട്ടങ്ങളിലൂടെയാണ് വികസിച്ചത് എന്ന് പറയുകയും അതിൻ്റെ 2 ഘട്ടങ്ങൾ നമ്മൾ വിശദമായിട്ട് ഇതിനകം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പരിചയപ്പെടുത്തുകയും ചെയ്തു. സൂഫികളുടെ പ്രബോധനം, അതായത് ഇസ്ലാമിൻ്റെ വ്യാപന ഘട്ടം. രണ്ടാമത്തത് പരിഷ്കരണ നവോത്ഥാന ഘട്ടം. അതിൽ പ്രധാനമായിട്ടും മുഗൾ കാലഘട്ടത്തിലെ പരിഷ്കർത്താവായ സർഹിന്ദിയെക്കുറിച്ചും പിന്നീട് മുഗൾ കാലഘട്ടത്തിൻ്റെ ഔറംഗസീബിന് ശേഷമുള്ള മുഗൾ ഇന്ത്യയുടെ ശൈഥില്യത്തിന് ശേഷമുള്ള ഷാ വലിയുള്ള ദഹ്ലവിയെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇനി നമ്മൾ ഇന്ത്യ മുഗൾ സാമ്രാജ്യം അധപ്പതിച്ചു. അതിൻ്റെ ഫലമായി പ്രവിശ്യകൾ സ്വതന്ത്രമായി. ഉള്ളിൽ തന്നെ പല ശത്രുക്കളും, മറാഠകൾ, അതുപോലെ സിഖുകാരൊക്കെ കേന്ദ്ര ഭരണകൂടത്തെ ശിഥിലമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതോടൊപ്പം തന്നെ യൂറോപ്യൻ ശക്തികൾ, പ്രത്യേകിച്ചും ഇംഗ്ലീഷുകാർ, ബ്രിട്ടൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ ഇന്ത്യയിൽ ആധിപത്യം നേടാൻ ശ്രമിച്ചു. അത് 1756 പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ കൊളോണിയൽ അധിനിവേശത്തിന് തുടക്കമിട്ടു. സ്വാഭാവികമായിട്ടും ഈ അധിനിവേശത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകളാണ്, സായുധമായ ചെറുത്തുനിൽപ്പുകളാണ് 3-ാം ഘട്ടത്തിൽ കാര്യമായി മുസ്ലിങ്ങളുടെ ഇടപെടലുകൾ എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയുള്ള ഇന്ത്യക്കാർ നടത്തിയ വ്യത്യസ്ത ചെറുത്തുനിൽപ്പുകൾ. നേരത്തെ സൂചിപ്പിച്ച ഷാ വലിയുള്ള ദഹ്ലവി വലിയ പരിഷ്കരണ ചിന്ത അവതരിപ്പിച്ചെങ്കിലും പക്ഷേ ആ ചിന്തകൾ കൊണ്ട് ഒന്നും ബ്രിട്ടീഷ് അധിനിവേശത്തെ പരാജയപ്പെടുത്താൻ ആ അർത്ഥത്തിലുള്ള ഒരു സാമൂഹിക സംഘാടനം സാധ്യമായില്ല. 1756 പ്ലാസി യുദ്ധത്തിൽ നവാബ് സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തി. സിറാജുദ്ദൗള തന്നാലാവും വിധം അധിനിവേശത്തെ ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ സർവ്വസൈന്യാധിപനായിരുന്ന മീർ ഖാസിമിനെ റോബർട്ട് ക്ലൈവ് കൈക്കൂലി കൊടുത്ത് വശത്താക്കുകയും അങ്ങനെ അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് സിറാജുദ്ദൗളയുടെ സൈന്യത്തെ പരാജയപ്പെടുത്തിയത്. 1764 കൃത്യം 8 വർഷത്തിന് ശേഷം ബംഗാൾ, UP, ബീഹാർ പോലെയുള്ള പ്രവിശ്യകൾ ബ്രിട്ടീഷുകാർക്ക് കീഴടക്കി. 1801 ഡൽഹിയും ഏറെക്കുറെ ഡൽഹിയിൽ ഷാ ആലമിൻ്റെ സ്വാധീനം ചെങ്കോട്ടയ്ക്കുള്ളിൽ മാത്രം പരിമിതപ്പെടുത്തിക്കൊണ്ട് മറ്റും പൂർണ്ണ മേഖലകളൊക്കെ തന്നെയും ബ്രിട്ടീഷുകാർ കീഴടക്കുകയും ഏകദേശം ബ്രിട്ടീഷ് ഭരണം, കൊളോണിയൽ ഭരണം ഇന്ത്യയിൽ സ്ഥാപിതമാവുകയും ചെയ്തു. ഇതിന് 2 രീതിയിലുള്ള ചെറുത്തുനിൽപ്പുകൾ ഇന്ത്യയിലുണ്ടായി. ഒന്ന് ടിപ്പു സുൽത്താൻ മൈസൂരിൽ നടത്തിയ ചെറുത്തുനിൽപ്പാണ്. ഏറ്റവും അവസാനമായ ധീരമായ, നമ്മൾ ഈ സായുധ പ്രതിരോധ ഘട്ടത്തിൽ ആദ്യമായി നമ്മൾ പറയേണ്ടുന്ന നാമധേയം ടിപ്പുവിൻ്റെ ചെറുത്തുനിൽപ്പുകളാണ്. അദ്ദേഹം തന്നാലാവുന്ന വിധം എല്ലാ ശേഷിയും എടുത്തുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാനുള്ള എല്ലാത്തരം ശ്രമങ്ങളും അദ്ദേഹം നടത്തി. അദ്ദേഹം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഔറംഗസീബിനെ പോലെ ഇന്ത്യയിൽ രാജാധിപത്യത്തിൻ്റെ സഹജമായ ദൗർബല്യങ്ങളോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയത്തെ ഏറെക്കുറെ ഇസ്ലാമിക അടിത്തറയിൽ, ഇസ്ലാമിൻ്റെ നീതിബോധത്തിലും മൂല്യബോധത്തിലും ഒക്കെ അടിത്തറയിൽ നിലനിർത്താൻ ശ്രമിച്ചൊരു ഭരണാധികാരിയായിരുന്നു. അതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാരെ അവസാന ശ്വാസം വരെ അദ്ദേഹം പ്രതിരോധിക്കാൻ ശ്രമിച്ചു. 1799 അദ്ദേഹം പടക്കളത്തിൽ വീണ് മരിച്ചു. അന്നാണ് ബ്രിട്ടീഷുകാർ ആദ്യമായി ബ്രിട്ടീഷ് സൈന്യാധിപൻ ഇന്നാണ് അദ്ദേഹം കൊല്ലപ്പെട്ട ദിവസം, ആ സമയം അദ്ദേഹത്തിൻ്റെ
അത് പ്രഖ്യാപിച്ച് ഇന്നാണ് ഇന്ത്യ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ പൂർണ്ണമായിട്ട് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതോടുകൂടി ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചെറുത്തുനിൽപ്പുകൾ അവസാനിച്ചു. ബാക്കി ഏറെക്കുറെ എല്ലാ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരുടെ ഒരു സാമന്തന്മാരായിട്ട് ഭരിക്കുകയാണ് ചെയ്തത്. അതിൽ മുസ്ലിങ്ങളായ ഭരണാധികാരികളുണ്ടായിരുന്നു. ഇപ്പോൾ ഹൈദരാബാദിലെ നവാബ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദൗലത്തുൽ ആസിഫിയ, സ്വതന്ത്രമായ ഭരണകൂടമായിരുന്നു. പക്ഷേ അവർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു കൊണ്ടുള്ള അവർക്ക് കപ്പം കൊടുത്തുകൊണ്ടുള്ള ഒരു ഭരണമാണ്. ഒരിക്കലും ബ്രിട്ടീഷുകാരെ ചെറുത്ത് തോൽപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. ഒരു വേള ബ്രിട്ടൻ ടിപ്പുവിനെതിരെ നടത്തിയ യുദ്ധത്തിൽ പോലും ബ്രിട്ടനെ സഹായിക്കുകയായിരുന്നു ഹൈദരാബാദ് നൈസാമുമാർ ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് തിരുവിതാംകൂറിലെ രാജവംശമുണ്ട് കേരളത്തിലെ, അവരും യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് സാമന്തന്മാരായിരുന്നു. അതുപോലെ പല ചെറിയ മുസ്ലിം ഭരണകൂടങ്ങൾ, ഇപ്പോൾ അവധിലെ ബീഗം ഹസ്രത്ത് മഹലിൻ്റെ അവധ് നവാബുമാർ, അവരൊക്കെ തന്നെയും അവരുടെ മേൽക്കോയ്മ അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു ഭരണമായിരുന്നു. ജുനഗഡിലെ നവാബ് ഉണ്ടായിരുന്നു. അതിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ ഹിന്ദുക്കളുമായ ഒരുപാട് ചെറുകിട നവാബുമാരുണ്ടായിരുന്നു, ചെറുകിട ഭരണാധികാരികളുണ്ടായിരുന്നു. ബ്രിട്ടനെ ചെറുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ അവർ നൽകുന്ന ആനുകൂല്യങ്ങൾ, നാമമാത്രമായ അധികാരം നിലനിർത്തിക്കൊണ്ട് ഭരിച്ചിരുന്ന ആളുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ടിപ്പു സുൽത്താനോട് കൂടി ഒരു ഭരണാധികാരി ബ്രിട്ടീഷ് അധിനിവേശത്തെ ചെറുക്കുക എന്ന പ്രവണത എന്നേക്കുമായി അവസാനിച്ചു. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ബ്രിട്ടീഷ് ഭരണകൂടത്തെ അവർ അംഗീകരിച്ചിരുന്നില്ല. പല കാരണങ്ങളാലാണ്. ഒന്നാമതായി അതേസമയത്ത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് ഒരു ഭരണമാറ്റം, മുസ്ലിങ്ങൾ ഇതുവരെ മുസ്ലിങ്ങളായി മരിച്ചിരുന്നത്, അവരുടെ ഭാഷ, പേർഷ്യൻ ഭാഷ പഠിക്കുകയും അവരുടെ ഭരണത്തിൻ്റെ പല മണ്ഡലങ്ങൾ അവർ സ്വാധീനം ചെലുത്തി. ഇതുപോലെ തന്നെ ബ്രിട്ടീഷുകാരെയും അവർ ആ രീതിയിലാണ് കണ്ടിരുന്നത്. അല്ലാതെ ബ്രിട്ടൻ ഒരു കൊളോണിയൽ ശക്തിയാണെന്നും അവരെവിടുന്ന് പുറത്താക്കണമെന്ന ചിന്ത സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ തന്നെ ആ ചിന്ത ഉണ്ടായിരുന്നു. അതിന് കാരണം ഇസ്ലാമിൻ്റെ തന്നെ ഈ അധിനിവേശത്തെ അംഗീകരിക്കാതിരിക്കുന്ന, മാത്രമല്ല ഇവരുടെ ഭരണ നയങ്ങൾ എല്ലാവിധ തദ്ദേശീയ സംസ്കാരങ്ങൾക്കും എതിരെയുള്ള അവരുടെ ഒരു പാശ്ചാത്യൻ സംസ്കാരം പരോക്ഷമായി ക്രിസ്തുമതത്തെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. പ്രത്യക്ഷത്തിലുള്ള ക്രൈസ്തവവൽക്കരണം ഒരു ഭാഗത്ത് നടന്നിരുന്നു, പരോക്ഷമായ ക്രൈസ്തവവൽക്കരണം ഇസ്ലാമിൽ നിന്നും സമൂഹത്തെ പൂർണ്ണമായും അകറ്റുന്ന പ്രവണതകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകൾ, ആശയങ്ങൾ ആദ്യം രൂപപ്പെട്ടു. അതിൽ വളരെ പ്രധാനപ്പെട്ട നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഷാ വലിയുള്ള ദഹ്ലവിയുടെ മകനായ ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി, അദ്ദേഹത്തിൻ്റെ ഒരു ഫത്വയാണ് പിൽക്കാലത്തുള്ള എല്ലാ സായുധ പ്രവർത്തനങ്ങളുടെയും ന്യായമായിട്ട് മാറിയത്. അദ്ദേഹം ഫത്വ പുറപ്പെടുവിച്ചു, ഇന്ത്യ ദാറുൽ ഹറബാണ്. ദാറുൽ ഹറബാൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്ത്യക്കാരെല്ലാവരെയും യുദ്ധം ചെയ്യണം എന്നല്ല. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരിക്കലും നിയമാനുസൃതമായ ഇന്ത്യക്കാരെ അംഗീകരിക്കുന്ന ഭരണകൂടമല്ല. അതുകൊണ്ട് അവരെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള ഏത് മാർഗവും സ്വീകരിക്കാം. ഒന്നുകിൽ നേർക്കുനേരെ അവരെ ഏറ്റുമുട്ടിക്കൊണ്ട് അവരെ പുറത്താക്കാൻ ശ്രമിക്കുക, അതല്ലെങ്കിൽ പുറത്തേതെങ്കിലും മുസ്ലിം രാജ്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന വേറെ എന്തെങ്കിലും രാജ്യങ്ങളുണ്ടെങ്കിൽ അവിടേക്ക് ഹിജറ പോയി അവരുടെ സഹായത്തോടു കൂടി ബ്രിട്ടനെ പുറത്താക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ ന്യായമായ ഒരു വലിയ രാഷ്ട്രീയ ഡിക്ലറേഷൻ, രാഷ്ട്രീയ പ്രഖ്യാപനമാണ് ഫത്വയുടെ രൂപത്തിൽ ഡൽഹി ഫത്വ എന്ന പേരിൽ ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി, നേരത്തെ സൂചിപ്പിച്ച ഷാ വലിയുള്ള ദഹ്ലവിയുടെ നവോത്ഥാന ചിന്തയുടെ പിൽക്കാലത്ത് ഇന്ത്യയിൽ അതിനെ പ്രചരിപ്പിക്കാൻ നേതൃത്വം നൽകിയ ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി, അദ്ദേഹത്തിൻ്റെ ഈ ഫത്വയാണ് പിൽക്കാലത്ത് 1857 വരെയുള്ള വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ നിരന്തരമായ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ടുള്ള സായുധ ജിഹാദി പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ അരങ്ങേറിയത്. മലബാറിലെ തോഫത്തുൽ മുജാഹിദീൻ, തെഹ്രീൽ പോലുള്ള കൃതികൾ ഏത് രീതിയിൽ പോർച്ചുഗീസ് കൊളോണിയൽ ഭരണകൂടത്തിനെതിരെ ബഹുജനങ്ങളെ അണിനിരത്തിയോ അതുപോലെ ഇന്ത്യയിലുടനീളം മുസ്ലിം ബഹുജനങ്ങളെ
ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരത്തിയ അതിശക്തമായ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോ, ജിഹാദിൻ്റെ മാനിഫെസ്റ്റോയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇന്ത്യ ദാറുൽ ഹർബാണ്. ഇന്ത്യ എന്തുകൊണ്ട് ദാറുൽ ഹർബാകുന്നു എന്നതിനൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഫത്വയിൽ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അതൊക്കെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്താണ് ബ്രിട്ടീഷുകാരിവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചത്, അവരുടെ ബ്രിട്ടീഷ് നിയമം ഏത് രീതിയിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസാദർശങ്ങളുമായി ഏറ്റുമുട്ടുന്നതുണ്ട്, എവിടേക്കാണ് ഏറ്റുമുട്ടുന്നത് എന്നൊക്കെ. നമുക്കിവിടെ നിസ്കരിക്കാൻ പരിമിതമായ സ്വാതന്ത്ര്യമുണ്ട് എന്നതുകൊണ്ട് മാത്രം ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥ പ്രശ്നം. അത് യഥാർത്ഥത്തിൽ തൗഹീദ് വിരുദ്ധമാണ്, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ നയനിലപാടുകൾ എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഫത്വ പുറപ്പെടുവിക്കുന്നത്. ഈ ഫത്വയെ തുടർന്നാണ് ഏറ്റവും ആദ്യത്തെ ജിഹാദി മൂവ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ തന്നെ ശിഷ്യന്മാരാണ് നേതൃത്വം നൽകിയത്. തഹ്രീക്ക് മുജാഹിദീൻ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഇമാം അഹമ്മദ് ഷഹീദ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ തന്നെ മകനായ ഷാ ഇസ്മായിൽ ഷഹീദ്, ഈ രണ്ടുപേരും നേതൃത്വം നൽകിയ ഇന്ത്യയിലെ ഒരു ജിഹാദി പ്രസ്ഥാനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക പ്രസ്ഥാനമെന്നാണ് മസൂദ് ആലം നദ്വി, ജമാഅത്തെ ഇസ്ലാമിയുടെ അവിഭക്ത ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവും, ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവുമൊക്കെ ആയിരുന്ന മസൂദ് ആലം നദ്വിയുടെ ഒരു പുസ്തകം തന്നെ ഈ തഹരീക്ക് മുജാഹിദിനെ കുറിച്ചാണ്. ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ഹിന്ദുസ്ഥാൻ കി പഹലി ഇസ്ലാമി തഹരീഖ്, ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക പ്രസ്ഥാനം എന്നാണ്. ഞാൻ സൂചിപ്പിച്ചത് കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു, ഷാ വലിയുല്ലാ ദഹ്ലവി സമഗ്രമായ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ പുനരുജ്ജീവനത്തിനു വേണ്ടി ശ്രമിക്കുന്ന ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ദാർശനികമായ അടിത്തറ ഷാ വലിയുല്ലാ ദഹ്ലവി ഒരുക്കിയിരുന്നു. ആ അടിത്തറയിൽ ഇന്ത്യയിൽ ആദ്യമായി രൂപം കൊണ്ട ഒരു സമഗ്ര സ്വഭാവത്തിലുള്ള ഇസ്ലാമിക പ്രസ്ഥാനമാണ് തഹ്രീക്ക് മുജാഹിദീൻ. ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു ഇമാം അഹമ്മദ് ഷഹീദ്, അതുപോലെ തന്നെ ഷാ ഇസ്മായിൽ ഷഹീദ്. രണ്ടുപേരും ബ്രിട്ടീഷുകാരുമായി പൊരുതി രക്തസാക്ഷിത്വം വരിച്ചവരാണ്. ഇവരുടെ പ്രസ്ഥാനത്തിൽ, ഒരു സമഗ്ര ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഘടകങ്ങളുണ്ട്. ഒരു സമഗ്ര ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ ദഅവത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്ന് പറയുന്ന ദഅവത്ത് ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ ഉണ്ടാകേണ്ടുന്ന, ഒരു സമഗ്ര ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ നിർബന്ധമായി ഉണ്ടാകേണ്ടുന്ന ഒരു ഘടകമാണ് ദഅവത്ത്. രണ്ടാമത്തെ ഇസ്ലാഹ്, പരിഷ്കരണം. മുസ്ലിം സമുദായത്തെ ദീനി അടിത്തറയിൽ പരിഷ്കരിക്കുക എന്ന പ്രവർത്തനം ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ ഉണ്ടാവണം. അത് തഹ്രീക്ക് മുജാഹിദിൽ ഉണ്ടായിരുന്നു. മൂന്നാമത്തത് ജിഹാദ്, നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റത്തെ സമൂഹത്തിൽ നടപ്പിലാക്കാൻ ആവശ്യമായ എല്ലാ ശേഷിയും ആർജിക്കുക എന്നതാണ് ജിഹാദ്. ചിലപ്പോൾ സായുധമാകാം, അല്ലാതിരിക്കാം. അപ്പം ജിഹാദ് തീർച്ചയായിട്ടും ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ ഉണ്ടാകേണ്ടുന്ന മൂന്നാമത്തെ ഘടകമാണ്. നാലാമത്തേത് ഇസ്ലാമിൻ്റെ സംഘാടന, ഇസ്ലാമിക ഹുക്കൂമത്ത്. ഒരു ഇസ്ലാം അവരാഗ്രഹിക്കുന്ന ഒരു സമഗ്രമായ ഒരു ഇസ്ലാമിനെ സാമൂഹ്യ തലത്തിൽ ആവിഷ്കരിക്കാനുള്ള ഒരു രാഷ്ട്രീയ ഘടന, അതാണ് ഹുക്കൂമത്ത്. ഇത് നാലും യഥാർത്ഥത്തിൽ പടിപടിയായി ഈ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹിന്ദുസ്ഥാൻ കി പഹലി ഇസ്ലാമി തഹരീഖ് എന്ന് അദ്ദേഹത്തിൻ്റെ തഹ്രീക്ക് മുജാഹിദീൻ എന്നാണ് പ്രസ്ഥാനത്തിൻ്റെ പേര്. അതിൻ്റെ സ്ഥാപകൻ രണ്ടുപേരാണ്. അതിൻ്റെ നേതാവ് എന്ന് പറയുന്നത് അതിനൊരു പ്രാക്ടിക്കലായി നേതൃത്വം നൽകിയിരുന്നത് അഹമ്മദ് ഷഹീദായിരുന്നു. അദ്ദേഹം നബി കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നു. അതേസമയത്ത് അതിൻ്റെ വൈജ്ഞാനികമായ അടിത്തറ ഷാ അബ്ദുൽ അസീസ് ദഹ്ലവിയുടെ മകനായ ഷാ ഇസ്മായിൽ ഷഹീദാണ്. അദ്ദേഹത്തിൻ്റെ തഖ്വിയത്തുൽ ഈമാൻ, സിറാത്തുൽ മുസ്തഖീം എന്ന കൃതിയിലൂടെയാണ് അദ്ദേഹം പരിഷ്കരണ ദൗത്യം, ഇസ്ലാമിക സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് ജീർണതകൾക്കെതിരെ, ഷിർക്കുപരമായ അതുപോലെ തന്നെ അനുഷ്ഠാന രംഗത്തൊക്കെ നിലനിൽക്കുന്ന ഒരുപാട് ഷിർക്കൻ ആചാരങ്ങൾക്കും ബിദ്അത്തുകൾക്കുമെതിരെ അതിൻ്റെ പരിഷ്കരണപരമായ അജണ്ടകൾ മുന്നോട്ട് വെച്ച രണ്ട് കൃതി എഴുതിയ പണ്ഡിതരാണ് ഷാ ഇസ്മായിൽ ഷഹീദ്, തഖ്വിയത്തുൽ ഈമാനും അതുപോലെ തന്നെ സിറാത്തുൽ മുസ്തഖീം. പക്ഷെ അതിൻ്റെ നേതാവ് അദ്ദേഹം. പക്ഷെ ഈ ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് അണിചേർക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും ഇത് തരീക്കത്തിനെയായിരുന്നു
ഒരു മാർഗമായി സ്വീകരിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ സംഘടനയുടെ ആദ്യ രൂപമാണ് യഥാർത്ഥത്തിൽ തരീക്കത്ത് എന്ന് പറയുന്നത്. സംഘടന, അതുകൊണ്ട് തരീക്കത്ത്, ഒരാൾക്ക് തരീക്കത്ത് ഉണ്ട് എന്നതുകൊണ്ട് അത് മോശമാകുന്നില്ല. അത് ജീർണിക്കുമ്പോഴാണ് അത് പ്രശ്നമാകുന്നത്. നമ്മുടെ സംഘടന പോലെ തന്നെയാണത്. സംഘടന എന്ന് പറയുന്നതും നൂതനമായൊരു സംഗതിയാണ്, തരീക്കത്ത് നൂതനമായ രീതിയാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ തരീക്കത്ത് രീതിയായിരുന്നവർ ആളുകളെ സംഘടന സ്വീകരിച്ചിരുന്നത്. അദ്ദേഹം ഉത്തർപ്രദേശിലെ റായ്ബറേലി സ്വദേശിയായിരുന്നു. ഉത്തർപ്രദേശിലെ അവധ് നവാബുമാരുടെ കീഴിലുള്ള റായ്ബറേലിയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതും ജനങ്ങൾക്കിടയിൽ ദാവാ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇസ്ലാഹി പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം തുടങ്ങിയത്. പിന്നീട് അദ്ദേഹം ആളുകളെ സംഘടിപ്പിക്കുകയും അദ്ദേഹം ഹിജറ പോവുകയാണ്. കുറേ കൂടി ഒരു ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കാൻ പറ്റിയ സ്ഥലം പെഷവാർ എന്ന് പറയുന്ന ഇന്ന് പാകിസ്ഥാൻ്റെ ഭാഗമായ അഫ്ഗാനിസ്ഥാൻ്റെയും പാകിസ്ഥാൻ്റെയൊക്കെ ബോർഡറിൽ ഉള്ള പെഷവാർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ഈ പ്രവർത്തനം ആരംഭിച്ചത്. അവിടെ അതിന് കാരണം അവിടുത്തെ സിഖ് ഭരണകൂടം അവിടുത്തെ മുസ്ലിങ്ങളെ നിരന്തരമായി പീഡിപ്പിച്ചിരുന്നു. ഈ പീഡനത്തിൽ നിന്ന് അവരെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം ഒരു അവിടേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു വലിയൊരു ഹജ്ജ് യാത്ര നടത്തുന്നുണ്ട്. ഒരു പ്രക്ഷോഭ സ്വഭാവത്തിൽ അദ്ദേഹം ഹജ്ജ് യാത്ര നടത്തുന്നത്. അന്ന് ബംഗാൾ ഉൾക്കടലിൽ പ്രത്യേകിച്ചും അറേബ്യൻ സമുദ്രത്തിൽ വലിയ രീതിയിലുള്ള കൊള്ളക്കാരുടെ ആക്രമണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൊള്ളക്കാരുടെ ആക്രമണം ഉള്ളത് കൊണ്ട് ഹജ്ജ് നിർബന്ധമില്ല എന്ന രീതിയിൽ ആളുകൾ, ചില മതപണ്ഡിതന്മാർ ഫത്വ ഉറപ്പിടിച്ചിരുന്നു. അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഹജ്ജ് യാത്ര നടത്തുന്നുണ്ട്. ഒരു പ്രക്ഷോഭത്തിൻ്റെ സ്വഭാവത്തിലാണ് അദ്ദേഹം ഹജ്ജ് യാത്ര നടത്തുന്നത്. അങ്ങനെ അദ്ദേഹം യു.പിയിൽ നിന്നും അതുപോലെ യു.പിയുടെ പല ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ തന്നെയും ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഹജ്ജ് യാത്ര നടത്തി. ഈ സന്ദർഭത്തിൽ അദ്ദേഹം പല മേഖലകളിൽ അവിടുത്തെ പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങളുടെ വീടുകളിൽ താമസിച്ചുകൊണ്ട് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ പിന്നോക്ക വിഭാഗങ്ങളായ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നതായിട്ടും ചരിത്രം പറയുന്നുണ്ട്. ഈ ഹജ്ജിന് ശേഷം, ചരിത്രപ്രസിദ്ധമായ ഈ ഹജ്ജ് യാത്രയ്ക്ക് ശേഷമാണ് അദ്ദേഹം പെഷവാറിലേക്ക് ഹിജ്റ പോകുന്നത്. ഇതിന് ഹിജ്റ എന്ന് തന്നെ പറയും. ഹിജ്റ പോവുകയാണ് പെഷവാറിൽ. അവിടെ ചെന്ന് അദ്ദേഹം അവിടെ സിഖുകാരെ, മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്ന ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടുകൂടി പിന്നെ അവരെ കേരളം മലബാറിലൊക്കെ ജന്മികൾ ചെയ്തതുപോലെ ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടുകൂടി അവിടുത്തെ സിഖ് നാടുവാഴി മുസ്ലിങ്ങളെ പീഡിപ്പിക്കും. അതിനെ എതിർത്തുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ജിഹാദ് ആരംഭിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ആ പ്രദേശങ്ങളെ മുഴുവൻ വിമോചിപ്പിച്ചു. അവിടെ അദ്ദേഹം ഒരു സമ്പൂർണ്ണമായൊരു ഇസ്ലാമിക ഭരണം സ്ഥാപിച്ചു. ഖിലാഫത്തുൽ മിൻഹാജുൻ നബുവ എന്നാണ് ആ ഭരണകൂടത്തിന് അറിയപ്പെടുന്നത്. ഖിലാഫത്തുൽ മിൻഹാജുൻ നബുവ എന്ന് പറയുന്നത് പ്രവാചക മാതൃകയിലുള്ള ഖിലാഫത്ത്. സയ്യിദ് മൗദൂദിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇസ്ലാമിൻ്റെ ജിഹാദിലും ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ നടത്തിപ്പിലുമൊക്കെ തന്നെയും സമ്പൂർണ്ണമായി ഇന്ത്യയിൽ പ്രവാചക മാതൃകയെ അനുധാവനം ചെയ്ത ഒരു നേതാവായിരുന്നു ഇമാം മുഹമ്മദ് ഷഹീദ്. അദ്ദേഹത്തിൻ്റെ യുദ്ധങ്ങളിൽ ഇസ്ലാമിൻ്റെ എല്ലാ യുദ്ധമര്യാദകളും പാലിച്ചിരുന്നു. സെവിലിയന്മാർ ഒരിക്കലും ആക്രമണ ലക്ഷ്യമായിരുന്നില്ല, കുട്ടികൾ ആക്രമണ ലക്ഷ്യമായിരുന്നില്ല, അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ ആക്രമണ ലക്ഷ്യമായിരുന്നില്ല, സ്ത്രീകൾ ലക്ഷ്യമായിരുന്നില്ല. സൈനികർ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ യുദ്ധങ്ങളിൽ ലക്ഷ്യമായിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ എല്ലാ അർത്ഥത്തിലുള്ള ഇസ്ലാമിൻ്റെ നീതി അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. അതുപോലെ തന്നെ മദ്യനിരോധനം പോലുള്ള ഇസ്ലാമിൻ്റെ സദാചാര ചിട്ടം വളരെ അദ്ദേഹം പാലിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഭരണത്തെ 4 വർഷമാണ് ഭരണം നിലനിന്നത്. അതിനെ സിഖുകാരും ബ്രിട്ടീഷുകാരും അവിടുത്തെ ഗോത്ര നേതാക്കളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ തന്നെ ഇവരുടെ ബിദ്അത്തുകൾക്കെതിരെയുള്ള പ്രചാരണത്തെ ചെറുക്കാൻ വേണ്ടി യാഥാസ്ഥിതികരായ മതപണ്ഡിതന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവർക്കെതിരെ പക്ഷപാതിത്വം ഉൽപ്പാദിപ്പിക്കുകയും മതപരവും ഗോത്രപരവുമായ പക്ഷപാതിത്വം ഉൽപ്പാദിപ്പിച്ചു. കാരണം ഇവർ ഈ ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന ആളുകളാണല്ലോ. അതേസമയത്ത് ഇത് അഫ്ഗാൻ ഗോത്രങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലയാണ്. പക്ഷേ ഈ 2 മതപരവും ഗോത്രപരവുമായ പക്ഷപാതിത്വങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അങ്ങനെ അവരെ ബാലാക്കോട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിം ചരിത്രത്തിൽ, ഇന്ത്യയിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട യുദ്ധമാണ് ബാലാക്കോട്ട് യുദ്ധം. ആ ബാലാക്കോട്ട് യുദ്ധത്തിൽ വെച്ച് 1836 ഈ 2 പേരും ഷഹീദാവുകയാണ്, രക്തസാക്ഷിയാവുകയാണ്.
പക്ഷേ ആ 4 വർഷം നീണ്ടുന്ന ഭരണകൂടം അവസാനിച്ചു. പക്ഷേ അതിൻ്റെ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയിലുടനീളം പിന്നീടും നിരന്തരമായ സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിലുണ്ടായി. ബംഗാളിൽ ഫറാഹിലി മൂവ്മെൻ്റ് ഉണ്ടായി. ബംഗാളിലെ ഫറാഹിലി മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ആജി ശരീഅത്തുള്ള എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം രൂപം നൽകിയ ഫറായിലി മൂവ്മെൻറ്റ് എന്ന് ഒരേ സമയം അത് ഒരു ഇസ്ലാമിക പ്രസ്ഥാനവും അതോടൊപ്പം തന്നെ ഒരു കർഷക പ്രസ്ഥാനവുമായിരുന്നു. ഇവരുടെ സമരം ആരംഭിച്ചത് ആദ്യം മുസ്ലിം സമുദായത്തിനിടയിൽ സംസ്കരണ പ്രവർത്തനങ്ങൾ, നേരത്തെ അഹമ്മദ് ഷഹീദിൻ്റെ പരിഷ്കരണ സംരംഭങ്ങളെപ്പോലെ തന്നെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തി. പിന്നീട് അവിടെ ബംഗാളായിരുന്നു ഈ ബ്രിട്ടീഷ് ഭരണത്തിൽ ഏറ്റവും കടുത്ത ചൂഷണം നടന്ന പ്രദേശം. കാരണം അവിടുത്തെ ഹിന്ദു ഭൂവുടമകളെ അവർ ബ്രിട്ടീഷുകാർ പിന്തുണയ്ക്കുകയും അവർ കടുത്ത നികുതി അവിടുത്തെ പാവപ്പെട്ട ആളുകളിൽ ചുമത്തി. പല രീതി താടി നികുതി പോലുള്ള നികുതി, അതിൻ്റെ പേരിലും താടി നികുതി എന്നൊരു നികുതി ഉണ്ടായിരുന്നു എന്ന് പറയും. താടി വെക്കണമെങ്കിൽ, മുസ്ലിങ്ങൾക്ക് താടി വെക്കണമെങ്കിൽ നികുതി കൊടുക്കണം. ഇപ്പോൾ തിരുവിതാംകൂറിൽ പണ്ട് കാലത്ത് മുലക്കരം എന്ന് പറയുന്ന ഒരു നികുതി ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്തുനിന്ന് സ്ത്രീകൾക്ക് മാറുമറക്കണമെങ്കിൽ അതിന് നികുതി കൊടുക്കണം. അതുപോലെ മുസ്ലിങ്ങൾക്ക് താടി വെക്കണമെങ്കിൽ നികുതി കൊടുക്കണം. അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റ് ആക്റ്റിലൂടെ കടുത്ത ജന്മിമാരുടെ ചൂഷണം നടന്നിരുന്ന അവിടുത്തെ ഹിന്ദു ലാൻഡ് ലോഡിനെ, ഹിന്ദു ജന്മിമാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള അതിശക്തമായ ഒരു ചൂഷണമായിരുന്നു. ഈ ചൂഷണത്തിനെതിരെ നെയ്ത്ത് തൊഴിലാളികളും അതുപോലെ തന്നെ കർഷക തൊഴിലാളികളുമായ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ജന്മിമാർക്കും അതുപോലെ അവരെ പിന്തുണക്കുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിനുമെതിരെ വളരെ ശക്തമായ സായുധ പ്രക്ഷോഭത്തിന് ഫറായിലി മൂവ്മെൻറ്റ് ബംഗാളിലുടനീളം ആ പ്രസ്ഥാനം പ്രവർത്തിച്ചിരുന്നു. ഫറായിലി മൂവ്മെൻറ്റ് എന്നതിൻ്റെ അപ്പുറത്തെ ഫറായിൽ തന്നെ പത്തിനടുത്ത ബാധ്യത എന്നാണ്. കാരണം ഇസ്ലാമികമായ ബാധ്യത നിർവഹിക്കുന്ന പ്രസ്ഥാനം എന്നർത്ഥത്തിലാണ് ഫറായിലി മൂവ്മെൻറ്റ്. മാത്രമല്ല ഒരിക്കലും ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ ഒരു നികുതി നിഷേധ പ്രസ്ഥാനം, നമ്മൾ പറയാറുണ്ടല്ലോ നികുതി നിഷേധ പ്രസ്ഥാനം ഗാന്ധിജിയാണ്. അതല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ നമ്മൾ പറയാറുണ്ട് ഉമർ ഖാദി നികുതി പ്രസ്ഥാനം ആരംഭിച്ചു. അതിനും ഉമർ ഖാദിയും ഒക്കെ നികുതി നിഷേധ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ബംഗാളിൽ അർലുള്ള എന്ന മുദ്രാവാക്യം ഉപയോഗിച്ചുള്ള അള്ളാഹുവിൻ്റെ ഭൂമിക്ക് ഞങ്ങൾ നികുതി കൊടുക്കുകയില്ല എന്നർത്ഥത്തിൽ ശക്തമായ നികുതി നിഷേധ പ്രസ്ഥാനം ആരംഭിക്കും. ഇതിനെ തുടർന്ന് സ്വാഭാവികമായിട്ടും അവിടുത്തെ ജന്മിമാരും അവരെ പിന്തുണക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റും ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് അവർക്കെതിരെ അതിശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയ ഒരു ഫറായിലി മൂവ്മെൻ്റ് ഉണ്ട്. അത് സ്വാഭാവികമായിട്ടും നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ അഹമ്മദ് ഷഹീദിൻ്റെ പ്രസ്ഥാനത്തിൽ നിന്ന് ഊർജ്ജം സ്വീകരിച്ചതാണ്. അതുപോലെ തന്നെ ബീഹാറിൽ സാദിഖ്പൂർ എന്ന് പറയുന്നൊരു കുടുംബക്കാർ ഒരു പണ്ഡിത കുടുംബമാണ്. അവർ അവിടെ ശക്തമായ സായുധ പ്രവർത്തനങ്ങളെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ബംഗാളിൽ തന്നെ ഫറായിലി മൂവ്മെൻറ്റ് പരാജയപ്പെട്ടതിന് ശേഷം അവരടിച്ചമർത്തിയതിനു ശേഷം വേറെ ചില പ്രസ്ഥാനങ്ങൾ അഹമ്മദ് ഷഹീദിൻ്റെ അതേ രീതിയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലുടനീളം ഈ സ്വഭാവത്തിലുള്ള സായുധമായ ചെറുത്തുനിൽപ്പുകൾ, അതിലധികവും മതപണ്ഡിതന്മാരായിരുന്നു നേതൃത്വം നൽകിയത്. ഞാൻ സൂചിപ്പിച്ചു തഹ്രീക്ക് മുജാഹിദിൻ്റെ നേതാക്കൾ അഹമ്മദ് ഷഹീദ്, അദ്ദേഹത്തിൻ്റെ വലങ്കയ്യായിരുന്ന ഷാ ഇസ്മായിൽ സയ്യിദ് മതപണ്ഡിതന്മാരായിരുന്നു. അതുപോലെ തന്നെ ഫറായിലി പ്രസ്ഥാനത്തിൻ്റെ നേതാവായ ആജി ശരീഅത്തുള്ള അദ്ദേഹം മതപണ്ഡിതരായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ദാത്തുമിയാൻ അദ്ദേഹം മതപണ്ഡിതന്മാരായിരുന്നു. ഈ അർത്ഥത്തിൽ മതപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരെ ചെറുക്കുകയും അവരുടെ മേഖലയിൽ അവരുടേതായ സ്വയംഭരണം സ്ഥാപിക്കുകയും ചെയ്ത ഭരണാധികാരികളായിരുന്നു. നമ്മൾ 921 വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി 6 മാസം നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെതായ ഒരു മലയാള രാജ്യം സ്ഥാപിച്ചു എന്ന് പറയുന്നത് പോലെ ഈ തഹ്രീക്ക് മുജാഹിദീൻ 4 വർഷമാണ് ബ്രിട്ടീഷുകാരെയും അവരെ പിന്തുണക്കുന്ന തദ്ദേശീയമായ ഭരണകൂടത്തെയും പ്രതിരോധിച്ചുകൊണ്ട് ഖിലാഫത്തുൽ മിൻഹാജുൻ നബുവ എന്ന പേരിൽ 4 വർഷം അദ്ദേഹം ഇസ്ലാമിക ഭരണകൂടം തന്നെ സ്ഥാപിച്ചു. അതുപോലെ ബംഗാളിൽ ഫറായിലി മൂവ്മെൻറ്റ് ഷറഈ പഞ്ചായത്തുകൾ എന്ന പേരിൽ അവരുടേതായ തദ്ദേശീയമായൊരു ഭരണ സംവിധാനം അവർ കുറേ കാലം നടത്തിക്കൊണ്ടുപോയിരുന്നു. അതുപോലെ തന്നെ ബീഹാറിൽ സാദിഖ്പൂർ കുടുംബം
ഇതുപോലെ ചെറിയ ചെറിയ ഇന്ത്യയിലുടനീളം പല പ്രദേശങ്ങളിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഘങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് നിത്യതലവേദന സൃഷ്ടിക്കുകയും അവരുടേതായ ഭരണ സംവിധാനങ്ങൾ സാധ്യമാകുന്ന അളവിൽ അത് നടത്തിക്കൊണ്ടു പോവുകയും ചെയ്തു. പക്ഷേ അവരൊക്കെ തന്നെയും വലിയൊരു സൈനിക ശക്തിയാണ് ബ്രിട്ടീഷുകാർ. അവർ അത് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ശക്തമായ തദ്ദേശീയമായ പിന്തുണയോടുകൂടി, ഇപ്പോൾ മലബാറിൽ ജന്മികളായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പിന്തുണക്കാർ, ഹിന്ദു ജന്മികളായിരുന്നു. അതുപോലെ തന്നെ ചില മുസ്ലിം ജന്മിമാരും ഉണ്ടായിരുന്നു. ഹൈദരാബാദിൽ ടിപ്പുവിനെ എതിരെ യുദ്ധത്തിൽ ഹൈദരാബാദിൽ നൈസാമുമാർ മുസ്ലിം ഭരണാധികാരികൾ തന്നെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഒപ്പം ഉണ്ടായിരുന്നത്. അതുപോലെ ഈ അഹമ്മദ് ഷഹീദിൻ്റെ പ്രസ്ഥാനത്തെ അവിടുത്തെ സിഖ് ഭരണകൂടവും അതോടൊപ്പം തന്നെ മുസ്ലിം ചില ഗോത്രങ്ങളും ചില മതപണ്ഡിതന്മാരോടൊപ്പം ഉണ്ടായിരുന്നു. ബംഗാളിലും അതുപോലെ അവിടുത്തെ ഹിന്ദു ജന്മികളും അതോടൊപ്പം തന്നെ ചില മുസ്ലിം മതപണ്ഡിതന്മാരും അവരൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ സായുധ പ്രക്ഷോഭങ്ങളെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത്. പക്ഷേ എങ്കിൽ പോലും ഒരു കൊളോണിയൽ വിരുദ്ധ ചെറുത്തുനിൽപ്പിൻ്റെ ചരിത്രത്തിൽ ഈ പറയുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും അവരുടെ നേതാക്കളും ഇന്നും വലിയ പ്രചോദനമായിട്ട് അവശേഷിക്കുന്നുണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ പ്രചോദനം തന്നെ ഇത്തരം പ്രക്ഷോഭങ്ങളാണ്. പിന്നീടുള്ള രാഷ്ട്രീയ ഉണർവിനും ഈ പ്രസ്ഥാനങ്ങൾ തന്നെയാണ് പ്രചോദനം. അതുകൊണ്ട് ഭൗതികമായ അർത്ഥത്തിൽ അത് പരാജയപ്പെടുത്തുന്നതിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചെങ്കിൽ പോലും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ ഒരു നിമിഷം പോലും സ്വസ്ഥമാകാൻ അനുവദിക്കാത്ത തരത്തിലുള്ള നിരവധി സായുധ പ്രക്ഷോഭങ്ങളെ ബ്രിട്ടീഷുകാർ അഭിമുഖീകരിക്കേണ്ടി വന്നു. അതിൻ്റെയൊക്കെ ഒരു ദാർശനിക പരിസരം എന്ന് പറയുന്നത് ഷാ വലിയുള്ള ദഹ്ലവിയുടെ ചിന്തകളും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ദാറുൽ ഹർബാണ് എന്ന ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയ ഷാ അബ്ദുൽ അസീസ് ദഹ്ലവിയുടെയും ചിന്തകളാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ തന്നെയാണ് പിൽക്കാല തുടർച്ചകളാണ് പിന്നീട് ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് പിന്നീട് സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ തന്നെയും അതിൻ്റെ പ്രചോദനത്തിൽ രൂപം കൊണ്ടതാണ്. അപ്പോൾ ഈ ഒരു സായുധ പ്രതിരോധത്തിൻ്റെ ഘട്ടം ഇനി അവശേഷിക്കുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. സവിശേഷമായി തന്നെ ഈ വിഷയത്തിൽ പഠിക്കേണ്ടുന്ന അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. അസ്സലാമു അലൈക്കും.